ടൈം മീഡിയയിലേക്ക് സ്വാഗതം. സഹോദരങ്ങളെ, ഒരു സ്ഥലത്തൊരു ഭയങ്കരമായ ഒരു ഗുസ്തി നടക്കുകയാണ്. കാഴ്ചക്കാരും മറ്റ് പല ആൾക്കാരുമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് പയൽമാന്മാര് ഈ ഗുസ്തിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഒരു അതിനകത്ത് ഒരു പയൽമാൻ തൊട്ടടുത്തായിട്ട് മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പോത്തിനെ കണ്ടു. ആ പോത്തിനെ കണ്ടുകൊണ്ട് ആ ഗുസ്തി പയൽമാൻ പറയുകയാണ്, ഈ ഗുസ്തിയിൽ ഞാൻ ജയിച്ച് എനിക്ക് ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ ഈ പോത്തിനെ വാങ്ങിച്ച് ഞാൻ അത് സാധുക്കൾക്ക് വേണ്ടി സക്കാത്ത് നൽകുന്നതാണെന്ന് അയാള് തീരുമാനിച്ചു. അപ്പോ മറ്റേ ഗുസ്തിക്കാരനും വന്നു. മറ്റേ ഗുസ്തിക്കാരനും ഇതേ പോത്തിനെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നിന്ന് മേയുന്ന ആ പോത്തിനെ കണ്ടു. അപ്പോ അദ്ദേഹവും ഇതുപോലെ തന്നെ അതിനൊരു നിയത്ത് ചെയ്തു, ഞാൻ ഈ ഗുസ്തിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പോത്തിനെ അറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് അദ്ദേഹവും ഇതുപോലെ പ്രതിജ്ഞ ചെയ്തു. അപ്പോ പോത്ത് വിചാരിച്ചത് എന്താണ്? പോത്ത് വിചാരിച്ചത് യുവമാരാര് വിചാരിച്ചായിരുന്നാലും എന്റെ കാര്യം കട്ടയും പുകയും തന്നെ. കട്ടയെന്ന് പറയുമ്പോഴത്തേക്ക് കട്ടപ്പുറത്ത് വെച്ച് അടിയിൽ തീയിട്ട് അല്ല വേവിക്കുന്നു. അപ്പൊ കട്ടയും പുകയും തന്നെ എന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്റെ ഒരു കാര്യം. കാരണം ഇവന്റെ പേരെന്താ? കരാട്ട് ഫസിൽ കരാട്ട് എന്നും കണ്ടാണ് അവന്റെ പേര് എന്നെ നല്ലപോലെ അറിയാൻ. ഇവന്റെ ഒന്നും ഈ കാര്യം ഇതുപോലും നമ്മൾ നോക്കാറില്ല. പക്ഷെ അവൻ ഇന്ന് വന്നിരുന്ന് വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കേട്ടാൽ തന്നെ എന്തൊരു ലജ്ജയാണ്. ഈ നാറികള് എന്താണ് പറയുന്നതെന്ന് പോലും യവന് പോലും തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലാണ് ഈ നാറികൾ ഇരുന്ന് പറയുന്നത്. അവന് മൊത്തം ഞാൻ കേട്ടു, പക്ഷെ കുറച്ചെങ്കിലും ഞാൻ അതൊന്ന് കേൾപ്പിച്ചില്ല. അവൻ അതുമായി ഈ പാലസ്തീനുമായോ ഹമാസുമായോ അല്ലെങ്കിൽ ഇസ്രായേലുമായോ പുലബന്ധമല്ല, അതുമായിട്ട് യാതൊരു യാർജികവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവൻ ഇരുന്ന് വിളിച്ചു പറയുന്നത്. കാരണം ഇവന് അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം. അപ്പോ ഹമാസിന്റെ ആൾക്കാര് ഭീകരവാദികളും അത് ഇസ്രായേലിന്റെ ആൾക്കാര് പാലുകൂടി മാറാത്ത നിഷ്കളങ്കരുമായ ആൾക്കാരെന്നാണ് ഇവൻ പറയുന്നത്. എന്താണ് ഇവന് തന്നെ ഇപ്പൊ ഈ ലോകത്ത് ഇവന് മനസ്സിലായില്ല. 48,000 പിഞ്ചു കുഞ്ഞുങ്ങളെയും നിരപരാധിയായ മനുഷ്യരെയും ഒന്ന് തള്ളിയ ഈ പിശാചുക്കളെ കുറിച്ച് ഇവൻ വാതോരാതെ ഇവന് എന്തരാണെന്ന് ഇവൻ പറയുന്നതെന്ന് തന്നെ അറിയാൻ വയ്യ. എന്തായിരുന്നാലും നമുക്ക് ഇവന്റെ ഇത് കേട്ടതിന് ശേഷം നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് മടങ്ങി വരാം. പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നത് നദി മുതൽ കടൽ വരെ പലസ്തീൻ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യമൊക്കെ എങ്ങനെയാണ് ഒരു മതേതര ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഇവർക്കൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത്? നീതിയുടെ പക്ഷമെടുത്താലും പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിലും ഏത് കോണിൽ നിന്ന് നോക്കുകയാണെങ്കിലും എന്തുകൊണ്ടും ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നീതി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. മുസ്ലിം ലീഗിന്റെ നേതാവ് ഈ വ്യക്തിയൊക്കെ അതിനിടക്കുകൂടി നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും ഒന്ന് താങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. നിലപാട് മാറുന്നു എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. നമ്മുടെ രാജ്യത്ത് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആദ്യം ഓടിയെത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാ. ഒക്കെ പോട്ടെ, നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പലസ്തീന്റെ നിലപാട് എന്തായിരിക്കും? ഏതൊരാൾക്കും അതിന്റെ ഉത്തരം പറയാൻ സാധിക്കും. പലസ്തീനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹമാസും സകല ഭീകരവാദികളും പാകിസ്ഥാനൊപ്പമല്ലേ നിൽക്കും? ആ സമയത്തും ഇസ്രായേൽ ഓടിയെത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ. നമ്മുടെ രാജ്യത്തിന് പലസ്തീന്, ഗാസ, ഹമാസ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് സഹായം ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യം പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പലതവണ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഓടിയെത്തിയിട്ടുണ്ട്. നാളുകളിലും ആരെത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ ഓടിയെത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ. അത്തരത്തിലുള്ള ഒരു ഇസ്രായേലിനെ നമ്മുടെ രാജ്യം പിന്തുണയ്ക്കാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം.
ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാവിന് അറിയാഞ്ഞിട്ടല്ല. ഏത് വിധേനയും മോദിയെ എതിർക്കുക എന്നുള്ളത് പലസ്തീൻ വിഷയം പറഞ്ഞപ്പോഴും ഒന്ന് വിളിച്ചു പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിന്റെ നേതാവിനോടൊക്കെ പറയാനുള്ളത്, ഹമാസ് എന്ന ഭീകരവാദ സംഘടനക്ക് വേണ്ടിയിട്ട് സകല യൂണിവേഴ്സിറ്റികളിലും ഭീകരവാദ അനുകൂലികൾ വിളിച്ച മുദ്രാവാക്യമൊന്നും ഒരു ലജ്ജയുമില്ലാതെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് കേരള പൊതുസമൂഹം പൊച്ചിച്ച് തള്ളുക തന്നെ ചെയ്യും. ഇസ്രായേലിന് ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമില്ല എന്ന മുദ്രാവാക്യമൊക്കെ ഏത് നീതിയുടെ പേരിലാണ് ഈ മുസ്ലിം ലീഗ് നേതാവൊക്കെ അക്ഷരോത്സവത്തിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ. നീ എന്താടാ പറയുന്നത്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഈ വർഗത്തെ നിനക്ക് അറിയില്ലല്ലേ? യൗമാര് കുടിയേറി വന്നവന്മാരാണ്. യൗമാർ ജർമ്മനി, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരാണ്. കാരണം യൗമാരെ എങ്ങും അടുപ്പിക്കത്തില്ല. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഒന്ന് തള്ളിയതിന് ശേഷം 10% ബാക്കി വെച്ചിരുന്നു. അലഞ്ഞിരിഞ്ഞ് അവർക്ക് സ്ഥലമില്ലാത്ത, അല്ലാതെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗത്തിന്റെ പേരാണത്. ഇതൊക്കെ പഠിക്കാൻ അത് ശ്രമിക്കുക. അങ്ങനെയൊക്കെ വന്നാ ഇവന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിനക്ക് മനസ്സിലാകില്ലേ? എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒന്നും ഇനി ഒരു ആഹാരം പോലും മേടിച്ച് കഴിക്കാൻ ഒക്കൂല. കാരണം ഇവനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിപ്സോ അല്ലെങ്കിൽ ഇവനൊക്കെ ഉണ്ടാക്കി വിടുന്ന മുട്ടായികളിലോ പോലും വിശ്വസിച്ച് വേറെ രാജ്യത്തിന് കഴിക്കാൻ ഒക്കില്ല. കാരണം അതിനകത്ത് വിഷവുമാർ ചേർത്ത് കൊടുക്കും. ഇനി അവനൊക്കെ നാശം തന്നെയാണ്. അവനൊക്കെ വാക്കി ടോക്കിയിലായിരുന്നാലും ശരി തന്നെ, പേജർ ആക്രമണത്തിലായിരുന്നാലും ശരി തന്നെ, ഇങ്ങനെയൊക്കെ അവന്റെ ഒരു ഉപകരണങ്ങൾ പോലും ഒരു മനുഷ്യന് പോലും മേടിക്കാൻ ഒക്കില്ല. ഇത്ര വിഷചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നായ്ക്കൾ, ഈ നരാധിപന്മാർ, ഇത്രയും വൃത്തികെട്ട നരാധിപന്മാർ ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അമേരിക്കയും ആ കൂട്ടത്തിൽ തന്നെ. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ അവൻ്റെയൊക്കെ നേരത്തെ കൊണ്ടുപോയി അണുബോംബ് ചെയ്തത്. എത്രയോ കൊച്ചു കുട്ടികൾ നീറി കരിഞ്ഞാ പോയത്. അങ്ങനെയൊക്കെ ഉള്ള ഈ വൃത്തികെട്ടവന്മാർ, ഈ വൃത്തികെട്ടവന്മാരെയാണ് നീ ന്യായീകരിക്കുന്നത്. ഈ വൃത്തികെട്ടവന്മാരാണ് ന്യായീകരിക്കുന്നത്. ഇവരൊക്കെ എന്തൊരു പാലുകുടി മാറാത്ത പൈതങ്ങളോ, ഹമാസ് ഭീകരവാദികൾ. നീ ഇപ്പോഴാണ് നീ അറിഞ്ഞതല്ലേ? ഇപ്പോഴാണ് അവിടെ നീ അറിയുന്നത്. ഹമാസ് ഈ ഒക്ടോബർ 7-ന് ഹമാസാണ് യുദ്ധം തുടങ്ങിയതും അവർ പാലകന്മാരായിരുന്നെന്നും. അതിന് മുമ്പ് നടന്ന യുദ്ധങ്ങളൊന്നും നിനക്ക് അറിയില്ലടാ. എടാ നാറി, നിനക്ക് അതിന് മുമ്പ് നടന്ന ഒരു യുദ്ധങ്ങളും നിനക്ക് അറിയില്ലല്ലേ? അപ്പൊ അതിനു മുമ്പ് ഹമാസിനെ അടിച്ചോ അല്ലെങ്കിൽ ഇവർ തമ്മിലോ നമസ്കരിച്ചും കൊണ്ടിരുന്ന 10-25 പേരെ യൗമാരെ കയറി വെടിവെച്ച് കൊന്നു. എത്ര കാലങ്ങൾ കൊണ്ട് അധിനിവേശം നടക്കുന്നു. ഒരു തുറന്ന ജയില് പോലെ എല്ലായിരുന്നു അവരെ അവിടെ അയക്കുന്നത്. സഹികെട്ട് രണ്ടിലൊന്ന് അറിയുവാൻ വേണ്ടി മാത്രം തന്നെയാണ്, അല്ലെങ്കിൽ മരണപ്പെടുവാനുള്ള നിശ്ചയത്തോടു കൂടിയാണ് അവർ വന്നത്. അവരെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതിന് അവര് തീവ്രവാദികളോ ഭീകരവാദികളോ? എടാ, പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. നിനക്കിതിന് മാസക്കൂലിയാണോ അതോ ദിവസക്കൂലിയാണോ? മമ്മൂട്ടി ഒരു പടത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അങ്ങനെയാണോ? എന്തായിരുന്നാലും നീ ഒരു മുസ്ലിമാനാണെന്ന് ഒന്നും പറയാനൊക്കില്ല. മുസ്ലിം എന്ന പേര് പട്ടിക്കും ഒരു മുസ്ലിമാന്റെ പേര് വെക്കാം. ഏത് പട്ടിക്കും അതിനകത്ത് പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ടെന്ന് വെച്ചവൻ മുസ്ലിം ഒന്നും ആവില്ല കേട്ടാ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ മുസ്ലിമാനെ നെഞ്ചത്ത് കയറുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് നിനക്കറിയാം. അത് നിനക്കറിയാം. അപ്പൊ നീ ഈ ഹമാസിനെയും ഇസ്രായേലിനെയും കുറിച്ച് നല്ലതുപോലെ ഒന്ന് പഠിക്കുക. എന്നിട്ട് മറ്റേ അമേരിക്കയെ കുറിച്ചും ബ്രിട്ടനെ കുറിച്ചും നീ വാ തോരാതെ ഈ പൊക്കി പറയുന്നില്ലേ, അതിനെ കുറിച്ചൊക്കെ നീ നല്ലതുപോലെ പഠി. എന്നിട്ട് വേണം വെളിയിൽ പറയാം കേട്ടോ. നീ ആലോചിച്ച് നല്ലതുപോലെയൊക്കെ ചിന്തിച്ചൊക്കെ ജീവിക്കാൻ നോക്കണേ. നിനക്കൊക്കെ ഇങ്ങനെ ഇതിനേക്കാളും നിനക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി വല്ല കഴിച്ചുകൂടാ. എന്തിനാടാ ഇങ്ങനെ ഈ മനുഷ്യരെ ഇത്രയും നികൃഷ്ടമായ രീതിയിലൊക്കെ സംസാരിച്ച് വെറുപ്പിച്ച് നീയൊക്കെ ജീവിക്കുന്നത്? പോയി ജോലി നോക്കടാ. ശരി, ഇവനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് തന്നെ മോശമായി പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ.